ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 66. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് ഫോൺസൊക്കെ അടുത്ത മാസം വരുന്നുണ്ട്. ഇപ്പം ഫോൺസൊക്കെ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം, ഒരു വീഡിയോ പോയിട്ട് നോക്കാം നിങ്ങൾക്ക് പറ്റിയ ഫോണൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം പോക്കോയുടെ F7 എന്ന ആ ഒരു ഏറ്റവും കൂടുതൽ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ച് വെച്ച് ദി ബെസ്റ്റ് ആട്ടോ. നല്ല വേർത്തായിട്ടുള്ള 30,000 രൂപയാണ് ഓഫർ പ്രൈസിൽ. അല്ലെങ്കിൽ 32,000 രൂപയ്ക്ക് 12GB 256GB തന്നെ കിട്ടുന്നുണ്ട്. ആ റേഞ്ചിൽ ദി ബെസ്റ്റാണ്. ഇപ്പം ഐക്യു നിയോ 10 ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് കുറച്ചും കൂടെ വില അധികം കൊടുക്കണം. ആ ഒരു സെയിം ചിപ്സെറ്റും നല്ല ഒരു പെർഫോമൻസ് കിട്ടുന്ന കുറച്ചും കൂടെ അധികം കൊടുക്കണം. പക്ഷെ അതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഈ ഒരു പോക്കോയുടെ ഫോൺ. എല്ലാ കാര്യത്തിലും ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫോണിന് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. വീഡിയോ അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യുക. ഒരു കിടലായിട്ടുള്ള മോഡലാട്ടോ. ഡിസൈൻ വൈസ് ആണെങ്കിലും ഉഗ്രനാണ്. പിന്നെ iPhone 17, അതായത് സെപ്റ്റംബർ മാസം വരാൻ വേണ്ടി പോകുന്ന iPhone 17 2 പുതിയ കളേഴ്സും കൂടി ഈ ഒരു വർഷം ഉണ്ടാകും. അതായത് ഈ കാണുന്ന 2 കളേഴ്സാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഇത് ഓൾറെഡി ഇല്ലേ എന്ന് വിചാരിക്കും, പക്ഷെ ഇതില്ല. ഏകദേശം നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. കാരണം ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള കളേഴ്സ് വേറെ വരുന്നുണ്ട്. പുതുതായിട്ട് വരുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീനും വരുന്നുണ്ട്, ഒരു പർപ്പിൾ കളർ കൂടെ വരുന്നുണ്ട്. കാണാൻ ടൈസ് ഉണ്ട്. അതുതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് ഓൾറെഡി ഇല്ലേ എന്ന് നമുക്ക് തോന്നും. ആ രീതിയിലാണ് നമുക്ക്, കാരണം അങ്ങനെയാണ് ഒട്ടുമിക്ക. കാരണം ഇതിൻ്റെ പ്രീവിയസ് ഐഫോണിലാണെങ്കിലുള്ള കളേഴ്സ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതുകൊണ്ടൊരു കൺഫ്യൂഷൻ പോലെയാണ് ഇത് ഓൾറെഡി ഐഫോണിൽ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ 2 കളേഴ്സ് ഇപ്രാവശ്യം പുതിയ iPhone 17 സീരീസിൽ ഉണ്ടാകും. പ്രോ മോഡലിനാണെങ്കിലും പുതിയ രീതിയിലുള്ള ആ രീതിയിൽ കളേഴ്സ് പ്രോ മോഡലിനും വരും. അതിപ്പം റിവീലായിട്ട് വന്നിട്ടില്ല. വരുന്ന രീതിയിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വിവോയുടെ പുതിയൊരു ഫോൺ കൂടെ വന്നിട്ടുണ്ട്, വിവോയുടെ T4 ലൈറ്റ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടായിരുന്നു ഐക്യൂയുടെ Z10 ലൈറ്റ് വന്ന്. അതിൻ്റെ ഒരു റീബ്രാൻഡ് ആയിട്ടുള്ള മോഡലാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല. ഡിമെൻസിറ്റിയുടെ 6300 ചിപ്സെറ്റും വെച്ചുകൊണ്ട് ഒരു 10,000 രൂപ റേഞ്ചിൽ വരുന്ന മോഡലാണ്. സെയിം ആണ് എല്ലാം. ഡിസൈൻ ആണെങ്കിലും ഇതിന് മുമ്പത്തെ മോഡലൊക്കെ ആണെങ്കിൽ ഡിസൈൻ വൈസ് എങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. എക്സാക്റ്റ് സാധനം എക്സാക്റ്റ് സ്പെക്കിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ അൺപാക്ക്ഡ് ഇവൻറ്റ്, ജൂലൈ മാസം അൺപാക്ക്ഡ് ഇവൻറ്റ് ഒഫീഷ്യലായിട്ടാണ് അതിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ജൂലൈ 9-ാം തീയതിയാണ് ഇവൻറ്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു. കാരണം ഈ ലീക്കിൽ വന്ന ഡേറ്റ് തന്നെ ആയിരിക്കും എന്തായാലും വരുന്ന. ഡിഫറൻസ് ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകാറില്ല. ആക്ച്വൽ അതേ ഡേറ്റ് തന്നെയാണ് വരുന്നത്, 9-ാം തീയതി. ഒരുപാട് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. അതായത് C Fold 7, C Flip 7, C Flip 7 FE ഉണ്ടാകും. പിന്നെ സാംസങ് വാച്ച് 8 ക്ലാസിക് ഉണ്ടാകും. പിന്നെ അൾട്രാ 2, പിന്നെ ബഡ്സ് കോർ. ഇത്രയും പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അതിൽ FE എന്ന മോഡൽ ഈ ഒരു ഇവൻറ്റിൽ ഉണ്ടാവുമോ, ഇതിനടുത്ത പിന്നീടായിരിക്കുമോ എന്നുള്ളത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അല്ലാത്ത രീതിയിൽ ബാക്കി എല്ലാ സാധനങ്ങളും ഷുവറായിട്ട് 9-ാം തീയതിയുള്ള ആ ഒരു അൺപാക്ക്ഡ് ഇവൻറ്റ് തന്നെ കാണും. അതിനൊരു ഡൗട്ടും ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ഫോൾഡും ഫ്ലിപ്പൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ട. എന്തായാലും 9-ാം തീയതിയാണ് ഇവൻ്റ്. അടുത്ത മാസം 9-ാം തീയതിയാണ് വരുന്നത്. പിന്നെ വിവോയുടെ X200 FE ഇപ്പോൾ തൈവാനിൽ ഈ ഒരു ഫോൺ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സ്പെക്ക് ഇപ്പോൾ റിവീലായിട്ട് വന്നിട്ടുണ്ട്. അതായത് 6.31 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസൊക്കെ ആയിട്ട് വരുന്നത്. കോമ്പാക്റ്റ് ആയിട്ട് സൈസാണ്. അമോലഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാറ്ററി ആണെങ്കിൽ തന്നെ 6500 mAh ബാറ്ററി, 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ വെയിറ്റും തിക്നെസ്സൊക്കെ അധികം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് ആണെങ്കിൽ 186 ഗ്രാം വെയിറ്റും 7.99 mm മാത്രമേ തിക്നെസ് വരുന്നുള്ളൂ. സോ ഒരു നോർമൽ വെയിറ്റും തിക്നെസ് മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. 50 MB പ്രൈമറി ക്യാമറ ഉണ്ടാകും. 50 MB ഒരു പെരിസ്കോപ്പിക് ലെൻസും 50 MB തന്നെ സെൽഫി ക്യാമറ ഉണ്ടാകും. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 9300+ എന്ന പ്രോസറൊക്കെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഇതേ സെയിം സ്പെക്ക് തന്നെ ആയിരിക്കും എന്തായാലും വരുന്നത്. വലിയൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു X200 FE എന്ന ഒരു കോമ്പാക്ട് സൈസുള്ള ഫോൺ അടുത്ത മാസം എന്തായാലും ഷുവറായിട്ട് ലോഞ്ച് ആവും കേട്ടോ. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ OnePlusൻ്റെ അടുത്ത മാസം വരാൻ വേണ്ടി പോകുന്ന 2 ഫോൺസാണ് Nord 5, Nord CE5. അതിൽ Nord 5ൻ്റെ ക്യാമറ സ്പെക്ക് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് റിയർ ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അതും സോണിയുടെ ലിറ്റിയ 700 എന്ന സെൻസറാണ് വരുന്നത്. സെക്കൻഡറി ആയിട്ട് 8 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിലും 50 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. 4K 16 fps വീഡിയോസും ഫ്രണ്ട് ആൻഡ് റിയറിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്.
ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ സ്പെക്കാണ് വരുന്നത്. വേറെ ടെലിഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. OnePlus ആണ് അങ്ങനെ അത്രയും വേർത്തായിട്ടുള്ള വാല്യൂ ഫോർ മണി ഫോൺസ് ഒന്നും അല്ല അവർ പ്രൊവൈഡ് ചെയ്യാറ്. അപ്പം ഇതും അങ്ങനെ തന്നെയാണ്. എല്ലാ രീതിയിലും പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഒരു ഡീസൻറ്റ് ലെവലിൽ മാത്രമേ പ്രതീക്ഷിക്കണ്ടു, അങ്ങനെ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പെർഫോമൻസ് ആണെങ്കിൽ 8s Gen 3 ആണ്, 4 അല്ല വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ടെക് ന്യൂസ് പറയാനുള്ളത്. വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഷെയർ ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.